ദ 7 ഏജസ് ഓഫ് എ മാൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th ക്ലാസ് ഇംഗ്ലീഷ് യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫ് ചാപ്റ്റർ 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു പോയമാണ്. പോയം പ്രശസ്തനായ റൈറ്ററാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെതാണ് ദ 7 ഏജസ് ഓഫ് മാൻ. അപ്പോൾ ഈ ടൈറ്റിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ദ 7 ഏജസ് ഓഫ് മാൻ, ഒരു മനുഷ്യൻ്റെ 7 ഏജുകൾ, 7 കാലങ്ങൾ. ഇപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എത്ര വേഷങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ലോക പ്രശസ്തനായ ഷേക്സ്പിയറിൻ്റെ അഭിപ്രായത്തിൽ ഓരോ മനുഷ്യനും ജീവിതത്തിൽ 7 വ്യത്യസ്ത വേഷങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ പോയത്തിലൂടെ പറയുന്നത്. ഏതൊക്കെയാണ് ആ 7 കാലങ്ങൾ? ഒന്ന് ഇൻഫാൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിശുകാലം, നന്ന ചെറിയ പ്രായം. പിന്നെ സ്കൂൾ ബോയ്, വിദ്യാർത്ഥി ജീവിതം. പിന്നെ ലവർ, പ്രണയകാലം. പിന്നെ എന്താണ്? സോൾജർ, മിലിറ്ററി, സൈനികൻ്റെ ഒരു ജീവിതം. പിന്നെ ജസ്റ്റിസ്, അതായത് ഒരു ജ്ഞാനിയുടെ ഒരവസ്ഥ. പിന്നെ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. പിന്നെ സെക്കൻഡ് ചൈൽഡിഷ്നെസ്. അപ്പം നമ്മൾ ഈ ചൈൽഡിൽ തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളൊരു ചൈൽഡിൻ്റെ രീതിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അങ്ങനെ ഹെൽപ്ലെസ് ആയിരിക്കും, ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഇൻഫൻറ്റ് സ്റ്റേജിലും അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഓരോ ഘട്ടത്തിലും സ്വഭാവത്തിലും ചിന്തകളിലും ലൈഫ് സ്റ്റൈലിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഷേക്സ്പിയർ ഈ പോയത്തിൽ പറയുന്നത്. നമ്മൾ ലൈൻ ബൈ ലൈൻ മലയാളം എക്സ്പ്ലനേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 8th ക്ലാസ് പഠിക്കുന്ന ബെസ്റ്റീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. ഓൾ ദ വേർഡ്സ് എ സ്റ്റേജ്. എന്താ അതിൻ്റെ മീനിങ്? ലോകം മുഴുവൻ ഒരു സ്റ്റേജ് പോലെയാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വേദി. ഓക്കെ. ഓൾ ദ വേർഡ്സ് എ സ്റ്റേജ്, ലോകം മുഴുവൻ ഒരു വേദി പോലെയാണ്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. അതിൽ ഓരോ വ്യക്തിയും, അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ലോകത്തിലെ സ്ത്രീകളും പുരുഷന്മാരും വെറും എന്താണ്? കളിക്കാരാണ്. ഓക്കെ. കളിക്കാർ മീൻസ് വെറും നടന്മാരാണ്. അപ്പം ഒരു സ്റ്റേജാണ്, വേൾഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്. അതിലുള്ള മെന്നും വിമനും എന്താണ്? പ്ലേയേഴ്സാണ്. ആൻഡ് ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസ്. അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ്? വരവുമുണ്ട്, അതേപോലെ തന്നെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ വരവ്, എക്സിറ്റുമുണ്ട്, പോകലുമുണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് പല വേഷങ്ങളും ചെയ്യുന്നുണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. അപ്പം വ്യത്യസ്ത വേഷങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഒരു ജീവിതകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല വേഷങ്ങളും ചെയ്യുന്നു. ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്. അപ്പോൾ 7, ആ ജീവിതം എന്ന് പറയുന്നത് 7 ഘട്ടങ്ങളായി വിഭജിക്കപ്പെടുന്നു. അപ്പോൾ ഹി ഹാക്സ് ബീയിങ് 7 ഏജ്. അപ്പം ജീവിതം, ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആണെങ്കിൽ അതിൽ ഓരോ വ്യക്തിയും എന്താണ്? ഓരോ നടനാണ്. അവരെല്ലാവരും ലോകത്തിലേക്ക് വരുന്നു, പിന്നെ വേഷങ്ങൾ ചെയ്യുന്നു, പിന്നെ അവർ ഇവിടം വിട്ടു പോകുന്നു. അങ്ങനെ 7 വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ വേഷങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ഇറ്റ്സ് അറ്റ് ഫസ്റ്റ് ദ ഇൻഫൻറ്റ്. ആദ്യഘട്ടം എന്താണ്? ശൈശവകാലം, ചെറിയ കുട്ടി. മ്യൂളിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സ് ആം. മ്യൂളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരയുക. പ്യൂക്കിംഗ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാഷൽ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? പിന്നീട് കുട്ടി ബാഗുമായി സ്കൂളിലേക്ക് പോകുന്ന, പരാതി പറയുന്ന ഒരു കുട്ടിയായി മാറുന്നു. അപ്പോൾ വൈനിങ് സ്കൂൾ ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈനിങ്, എപ്പോഴും പരാതിപ്പെടുന്ന. ഓക്കെ. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒച്ചിനെ പോലെ ഇഴയുന്ന. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്?
തിളങ്ങുന്ന മുഖത്തോടെ ഒച്ച വയ്ക്കാതെ, സ്നെയിൽ എന്ന് പറഞ്ഞാൽ നത്ത്, ഒച്ചിനെ പോലെ പതുക്കെ നടക്കുന്നു. അൺവില്ലിങ് ടു സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ. അൺവില്ലിങ് എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. ഇനി അടുത്ത നമ്മൾ 7 ഏജസ് ഓഫ് എ മാൻ ആണ് പറയുന്നത്. അതിൽ 2 സ്റ്റേജ് കഴിഞ്ഞു. ഫസ്റ്റ് 1 ഇൻഫൻറ്റ്, രണ്ടാമത്തത് ഒരു സ്കൂൾ ബോയ്. ഇനി 3rd സ്റ്റേജ് വരുന്നത് എന്താണ്? ലവർ. ഓക്കെ, ആൻഡ് ദെൻ ദ ലവർ. അടുത്ത ഘട്ടം ലവിൻ്റെ കാലഘട്ടമാണ്. സൈൻ ലൈക്ക് ഫർണസ് വിത്ത് വോഫുൾ ബാലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗാനം, കവിത. ഓക്കെ, അപ്പോൾ സൈൻ ലൈക്ക് ഫർണസ് വിത്ത് വോഫുൾ ബാലഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. തൻ്റെ പ്രിയതമയെക്കുറിച്ചുള്ള കവിതകൾ പാടുകയാണ്. അപ്പോൾ അതാണ് 3ാമത്തെ സ്റ്റേജ്. ഇനി അടുത്ത സ്റ്റേജ് വരികയാണ്. അടുത്ത സ്റ്റേജ് എന്താണ്? സോൾജിയർ സ്റ്റേജാണ്. ഓക്കെ, ദെൻ എ സോൾജിയർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്സ് ആൻഡ് ബിയർഡഡ് ലൈക്ക് എ പാഡ്. ലെപ്പേർഡ് എന്നൊക്കെ പറയല്ലോ, അതാണ് പാടെന്ന് ഉദ്ദേശിക്കുന്നത്, പുള്ളിപ്പുലി. ഓക്കെ, പിന്നെ അടുത്തത് ലവർ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? സോൾജിയറാണ്. ധീരനാഭിമാനമായ ഒരു സോൾജിയർ. ഓക്കെ, അപ്പോൾ സോൾജിയറെ കുറിച്ച് എന്താണ് പറയുന്നത്? ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്സ് ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാഡ്. പുള്ളിപ്പൊലി പോലെ കട്ട താടിയോടെ കാണപ്പെടുന്നു. സെൻറ്റൻസ് എന്താണ്? ജലസ് ഇൻ ഓണർ. ഓണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമതി. ബഹുമതിയിൽ അസൂയപ്പെടുന്ന. ഓക്കെ, ജലസ് ഇൻ ഓണർ, സഡൻ ആൻഡ് ക്വിക്ക് ഇൻ കോറൽ. കോറൽ എന്ന് പറഞ്ഞാൽ വഴക്കിടുക. വഴക്കിടുന്നതിൽ നല്ല ധൃതിയുള്ള. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികമായ പ്രശസ്തി. അതിനാണ് ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സീക്കിംഗ് ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ കാനൻസ് മൗത്ത്. കാനൻ എന്ന് പറഞ്ഞാൽ പീരങ്കി. ഈവൻ ഇൻ ദ കാനിൽ പോലും, അതായത് മരണത്തിൻ്റെ മുന്നിൽ പോലും താൽക്കാലികമായി കിട്ടുന്ന പ്രശസ്തി ഇഷ്ടപ്പെടുന്നവൻ. അതാണ് ഒരു സോൾജിയറെ പറ്റി പറയുന്നത്, അല്ലേ? ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്താണ്. പിന്നെ നല്ല താടിയുള്ള ആളാണ്. ജലസ് ഇൻ ഓണർ, ബഹുമതിയിൽ ജലസാണ്. സഡൻ ആൻഡ് ക്വിക്കിൻ കോറൽ, വഴക്കിടാൻ പെട്ടെന്ന് തന്നെ വഴക്കിടും. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ, പെട്ടെന്നുള്ള അല്ലെങ്കിൽ താൽക്കാലികമായ ബഹുമതിക്ക് അന്വേഷിക്കുന്നവനാണ്. ഈവൻ ഇൻ ദ കാനൻസ് മൗത്ത്, പീരങ്കിയുടെ മുന്നിലായാൽ പോലും പ്രശസ്തി നേടണം എന്നാണ് ഒരു സോൾജിയറുടെ മനസ്സാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ആൻഡ് ദെൻ ദ ജസ്റ്റിസ്. ഇനി അടുത്താണ് നീതിപാലകർ, ജസ്റ്റിസ്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കോഴി, ലൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല നിറച്ച ഇറച്ചിക്കോഴി തിന്ന അത്രയും തടി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം നല്ല കോഴിയിറച്ചി കഴിച്ചിട്ട് നല്ല ബെല്ലിയാണെന്ന്, നല്ല നിറഞ്ഞ വയറ്, നല്ല മാംസളമായ വയറാണെന്ന്. ഗുഡ് കേപ്പ് ആൻഡ് ലൈൻഡ് വിത്ത് ഐ സിവിയർ ഹാൻഡ് ബേർഡ് ഓഫ് ഫോർമൽ കട്ട്. പിന്നെ ഐസ് എങ്ങനെയുള്ളതാണ്? വിത്ത് ഐ സിവിയർ, കുറച്ച് ഗൗരവമുള്ള ഒരു നോട്ടാണ്. അതേപോലെ തന്നെ ബേർഡ് ഓഫ് ഫോർമൽ കട്ട്, ഒരു ന്യായാധിപന് വേണ്ട അങ്ങനത്തെ താടിയാണ്. ഓക്കെ, ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ഫുൾ ഓഫ് വൈസ്. സോ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴഞ്ചൊല്ലാണ്. ഫുൾ ഓഫ് വൈസ് സോസ്, ഓരോ പഴഞ്ചൊല്ലുകൾ, നല്ല പഴഞ്ചൊല്ലുകൾ, ജ്ഞാനപൂർണമായ നല്ല അറിവുള്ള പഴഞ്ചൊല്ലുകളും. അതേപോലെ തന്നെ മോഡേൺ ഇൻസ്റ്റൻസസ്, പുതിയ മോഡേൺ ഉദാഹരണങ്ങളൊക്കെയാണ് പറയുന്നത്. ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗം നല്ലവണ്ണം അഭിനയിക്കുന്നു. അപ്പോൾ ആൻഡ് ദെൻ ദ ജസ്റ്റിസ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ജസ്റ്റിസിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുക? ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് കേപ്പ് ലൈൻഡ്, നല്ല മാംസളമായ ഇറച്ചി തിന്ന നല്ല എന്താണ്? നല്ല വയറ്, നല്ല ഫാറ്റുള്ള വയറാണ്, ബെല്ലിയാണ്. വിത്ത് ഐ സിവിയർ ആണ്. ബേർഡ് ഓഫ് ഫോമ കട്ടാണ്. പിന്നെ വൈസ് സോസ് എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള പഴഞ്ചൊല്ലുകൾ. ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. ആൻഡ് ഹി പ്ലേസ് ഹിസ് പാർട്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗം നല്ലവണ്ണം അഭിനയിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 6th ഏജ് ആണ്. ദ 6th ഏജ് ഷിഫ്റ്റ്സ്. എങ്ങനെ? 6ാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. മെലിഞ്ഞ ശരീരമാണ്. ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെലിഞ്ഞത് എന്നാണ് അർത്ഥം. ഓക്കെ, സ്ലിപ്പേർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ,
അപ്പോൾ മൂക്കിൽ കണ്ണടയായി, പിന്നെ ഒരു പൗച്ചുണ്ട്. അതേപോലെ ഈസ് യൂത്ത്ഫുൾ ഹോസ്. ഹോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രം. അയാൾ യുവാവായിരുന്നപ്പോൾ ധരിച്ചിരുന്നതും ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സേവ്ഡ്, അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. എ വേൾഡ് ടു വൈഡ്, അതിപ്പം വലുതായിരിക്കുന്നു, കാലുകൾക്ക് വലുതായിരിക്കുന്നു. ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക്. ഷ്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷ്രങ്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക, ഷാങ്ക് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ താഴ്ഭാഗത്താണ് പറയുന്നത്. ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക് ആൻഡ് ഈസ് ബിഗ് മാൻലി വോയിസ്. ബിഗ് മാൻലി വോയിസ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പുരുഷൻ്റെ ശബ്ദം ഇപ്പോൾ എന്താണ് ആവുന്നത്? ടേണിങ് എഗെയിൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ. വീണ്ടും ചെറുപ്പകാലത്തേക്ക് ഒരു കുട്ടികളുടെ വോയിസായിട്ട് മാറുകയാണ്. ചൈൽഡിഷ് ട്രബിൾ. ട്രബിൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന ശബ്ദം, കുട്ടികൾ ഉയർന്ന ശബ്ദം ഉണ്ടാവില്ല, അതിലേക്ക് മാറുകയാണ്. ടേണിങ് എഗെയിൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ. പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. അയാളുടെ ശബ്ദത്തിൽ വലിവും കുറുകൊക്കെ വരികയാണ്. പാർട്സ് വേഷങ്ങൾ. ഇൻഫൻറ്റ് ശിശു. മ്യൂളിംഗ് യൂക്കിംഗ് ഛർദ്ദിക്കുക. നേഴ്സ് ശിശുവിനെ പരിപാലിക്കുന്നവർ. വൈനിങ് പരാതി പറയുന്ന. സാച്ചൽ സ്കൂൾ ബാഗ്. ക്രീപ്പിംഗ് പതുക്കെ നീങ്ങുന്ന. സ്നെയിൽ നത്ത്. അൺവില്ലിംഗ്ലി മനസ്സില്ലാതെ. സൈയിങ് നെടുവീർപ്പിടൽ. ഫർണസ് ചൂള. വോഫുൾ ദുഃഖഭരിതമായ. ബാലഡ് ഗാനകവിത. മിസ്ട്രസ് പ്രിയതമ. പാട്ട് പുള്ളിപ്പുലി. ജലസ് അഭിമാനബോധമുള്ള. ഹോണർ ബഹുമാനം. ഓറൽ വഴക്ക്. റെപ്യൂട്ടേഷൻ പ്രശസ്തി. കാനൻ പീരങ്കി. ജസ്റ്റിസ് ന്യായാധിപൻ. കേപ്പൻ തടിപ്പിച്ച കോഴി. സിവിയർ ഗൗരവമുള്ള. ഫോർമൽ ഔപചാരികമായ. വൈസോസ് ജ്ഞാനപൂർണമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ. സ്പെക്ടാക്കിൾസ് കണ്ണട. പൗച്ച് ചെറിയ സഞ്ചി.